എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കഴിയാവേ സാഹിബേ, മുത്തിന് വെറുതെ വിടരുത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്. കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്തവനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനിയും പനകത്. ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ധൈര്യമായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്. അവന്റെ പേര് വിളി. വേണ്ട, രണ്ടിടിക്കുള്ള ആരെയും ശരി. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ കിടക്കണ്ട, വീട്ടിൽ പോയി കിടക്കാം. എന്നൊക്കെ അയ്യോ എന്ത് പറ്റി? അമ്മേ, അമ്മേ, അമ്മേ. ആറ്റിനക്കരയെന്ന് ആരിക്കര വന്നാലും അവന്റെയൊക്കെ കാലെഴുതി പിടിക്കണം. എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം നമ്മളെ ശത്രുക്കളായല്ലോ സാഹിബേ. നാട്ടുകാർ മുത്തനെതിരായിട്ട് തിരിയൂ. അങ്ങനെ അവനെ ഒറ്റപ്പെടണം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അത് ശരിയാ. ഇന്നു മുതൽ അവന്മാരുടെ ഒറ്റ കരപ്പെട്ടി നമ്മൾ വാങ്ങരുത്. വേറത്തിനെ കൊണ്ട് വാങ്ങാൻ ഒട്ട് അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആവുമ്പോൾ മുത്തൻ ഒറ്റപ്പെടും. ഒന്ന് വേഗം കയറുന്നതാ, വിളിച്ചിട്ട് കല്യാണത്തിന് പോകേണ്ടതാ. ഒരു ചൂടില്ല, ഉത്സാഹം. എടാ ചാത്ത, ഇങ്ങനെ കൊട്ടാൻ പോയാ വല്ലതും കിട്ടൂ. പട്ടിണി ഇല്ലാതെ പോകാം. ഇവന്മാർ രണ്ടിനെയും പട്ടണത്തിൽ വീട്ടുവേലയ്ക്ക് അയച്ചാൽ മാസം 10-60 രൂപ കിട്ടും. 3 നേരം വയറ് നിറയെ ശാപ്പാടും. എന്താ വിടുന്നോ? അയ്യോ, വല്ലവന്റെയും കഴിക്കലും കഴിയാനൊന്നും എന്റെ മക്കളെ ഞാൻ അയക്കൂല. എന്തിനാണ് തല്ലിയിട്ടെന്നറിയാമോ? ഇല്ല. നീയും നിന്റെ ജാതിക്കാരൻ മുത്തൻ എങ്ങനെ തന്നെ അവന്റെ കാലൊടിക്കണം, എന്നിട്ട് തൂക്കിയെടുത്ത് ആത്മഹത്യറിയണം. തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട കാര്യം ഞങ്ങള്. അവൻ ഈ നാട്ടിലോടത്തോളം കാലം നീയൊന്നും ഈ പ്രദേശത്ത് കാലുകുത്തി പോകരുത്.
പോടാ. യശോണി, എന്താ ഇതിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. തങ്കമ്മയോ? എന്താ തന്നെ തങ്കമ്മ എന്ത് പറ്റി? അവരെന്നെ നീ വീട്ടിൽ ചെന്നിരിക്കുക, ഞങ്ങൾ വന്നേക്കാം. അവന്മാര് ചന്തയെ കാണും. എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ പോയിക്കോ. ചിലപ്പാ നീ കടന്നു നോക്കിക്കോ. എന്താണ് എന്താണ് ഇനി ആറ്റിനക്കരയുള്ള ആരെങ്കിലും തൊട്ട് അവന്റെ കഴുത്തെറിഞ്ഞു വീണോ? പറ്റിയാ അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ 5 പേരുണ്ട്. പട്ടി നിന്റെ അപ്പന്റെ കരപ്പട്ടി കച്ചവടം. മുത്താ, വാ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടുകളഞ്ഞ് പോയി പന കയറ്. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും. സാരമില്ല, രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. അമ്മാവാ,
കൊട്ടും കുറവയൊന്നും ഇല്ലാതെ ഇന്ന് എന്റെ മോൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ടമ്മാവ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. മോളെ, പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റി പോയി കുളിക്കണ്ട. മേശമണി വെള്ളം കോരിത്തരും. കാണുന്നു അവൻ ദേവിയെ കാണുന്നു, ദീപം കാണുന്നു അവൾ ദേവനെ കാണുന്നു. അപ്പോ നാടകമുണ്ടോ? ഇല്ല. ഉടനെ വരുമോ? അവിടെ കിടന്നോളൂ. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയും ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത കുറ്റം വല്ലതും പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ച് നാണം കിടത്താം. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ അങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ടാറടങ്ങി ചന്തന്മാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ പാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല.